പൊളിറ്റിക്സ് കേരള ഇപ്പോൾ കൊച്ചിയിലാണ്. കൊച്ചിയിൽ നിന്നായാലും എൻ്റെ പ്രേക്ഷകരെ കാണാതിരിക്കാൻ എനിക്കാവില്ല. അതുകൊണ്ടാണ് കൊച്ചിയിൽ നിന്ന് തന്നെ ന്യൂസ് ഞങ്ങൾ വിടുന്നത്. ഇസ്രായേൽ ഹമാസ് യുദ്ധം പുതിയൊരു വഴിത്തിരിവ്. ഹിസ്ബുള്ളയുമായി വെടിനിർത്താൻ ഇസ്രായേൽ തയ്യാറായി. കാരണം അതിമാരകമായ ആയുധങ്ങളാണ് ഹിസ്ബുള്ള ഉപയോഗിച്ചത് ഇസ്രായേലിന്. ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വസതിക്ക് നേരെ, സിസേറിയയിലെ വസതിക്ക് നേരെ 2 പ്രാവശ്യമാണ് ആക്രമണം നടന്നത്. ആ 2 പ്രാവശ്യത്തെ ആക്രമണത്തിൽ നിന്നും തലനാരിഴയ്ക്കാണ് നെതന്യാഹു രക്ഷപ്പെട്ടത്. ഇപ്പോൾ നാട്ടുകാർ നെതന്യാഹുവിനെ ഓടിച്ചിട്ട് തല്ലുന്നു. ഇസ്രായേലിലെ സാധാരണക്കാർ നെതന്യാഹുവിനെ ഓടിച്ചിട്ട് തന്നെ അടിക്കുന്നു. നെതന്യാഹുവിൻ്റെ സിസേറിയയിലെ ഔദ്യോഗിക വസതി നാട്ടുകാർ വളഞ്ഞു. ടെല്ലവീവിലെ വസതിയും നാട്ടുകാർ വളഞ്ഞു. നെതന്യാഹു ബങ്കറിലാണ്. അതുകൊണ്ട് ചെരുപ്പിനടി കൊണ്ടില്ല, അല്ലെങ്കിൽ നാട്ടുകാർ ഓടിച്ചിട്ട് അടിച്ചത്. ഇസ്രായേലികൾ നെതന്യാഹുവിനെതിരെ വലിയ കലാപവുമായി മുന്നോട്ട് നീങ്ങി. വലിയ കലാപം. അവർ പറയുന്നത് ഈ ബന്ധുക്കളുടെ ബന്ധുക്കളാണ് ഈ നെതന്യാഹു, യുദ്ധപറിയനായ കണ്ണില്ലാത്ത ക്രൂരതയുടെ പര്യായമായ നെതന്യാഹുവിൻ്റെ വീട് വളഞ്ഞിരിക്കുന്നത്. നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കരിയറിൻ്റെ അവസാനമാണ്. അധികാരഭ്രമം മൂത്ത് ഹമാസിനെതിരെ യുദ്ധത്തിനിറങ്ങി തിരിച്ച നെതന്യാഹുവിന് ഹമാസിൻ്റെ രോമത്തിൽ പോലും തൊടാൻ പറ്റിയില്ല. യഹിയാ സിൻവറിനെ വധിച്ചത് മാത്രമാണ് ആകെയുള്ള ഒരു നേട്ടം. അല്ലാതെ ഹമാസിൻ്റെ രോമത്തിൽ തൊട്ടില്ല. ഹിസ്ബുള്ളയെ തൊലയ്ക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച നെതന്യാഹു ഇപ്പോൾ ഹിസ്ബുള്ളയുടെ കാല് പിടിക്കുന്നു, എങ്ങനെയെങ്കിലും യുദ്ധം നിർത്തണേ എന്ന്. പക്ഷെ നമ്മുടെ സംഘി മാധ്യമങ്ങൾ ഇതൊന്നും പറയില്ല കേട്ടോ. ഇസ്രായേലിൻ്റെ വിജയമാണ് കൊട്ടിഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. വിജയത്തോടെ വിജയം. എന്തിന് കൊമൈനിയെ വധിച്ചെന്ന് വരെ പറയുന്ന സംഘി മാധ്യമങ്ങളുണ്ട്. ഒരു അച്ചായനുണ്ട് ബുൾഗാൻ തടിയിൽ വെച്ച് കൃതജ്ഞി. കൊമൈനി ആവശ്യ നിലയിലാണ്, കൊമൈനി മറ്റേ നിലയിലാണ്, കൊമൈനി മറിച്ച നിലയിലാണ്. അദ്ദേഹത്തിനൊരു കുഴപ്പമില്ല. അദ്ദേഹം ഇസ്രായേൽ ജനതയെ നിരന്തരം അഭിസംബോധന ചെയ്തു. നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഭരണത്തിൻ്റെ അവസാന നാളുകൾ അടുത്തു കഴിഞ്ഞു. അയാളുടെ ഭരണം തകർന്ന് തരിപ്പണമായി കഴിഞ്ഞു. അയാൾ ഒറ്റപ്പെട്ട് കഴിഞ്ഞു. ബന്ദികളുടെ ബന്ധുക്കൾ അയാളുടെ വീട് വളഞ്ഞത് ഇസ്രായേലിന് വലിയ തിരിച്ചടിയാണ്. ബന്ദികളുടെ ബന്ധുക്കൾ പറയുന്നതും ഹമാസിനെതിരായുള്ള യുദ്ധം അവസാനിപ്പിക്കണമെന്ന്. പക്ഷേ ഹിസ്ബുള്ളയ്ക്കെതിരായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ നെതന്യാഹു തയ്യാറാണ്. പക്ഷേ ഹമാസിനെതിരായ യുദ്ധം തുടരുമെന്നാണ് പറയുന്നത്. അവിടെയും പണി കിട്ടിക്കൊണ്ടിരിക്കുക. നിരവധി ഇസ്രായേലി സൈനികർ അവിടെ കൊല്ലപ്പെടുന്നു ഓരോ ദിവസവും. നിരവധി ഇസ്രായേലി സൈനികർക്ക് പരിക്കേൽക്കുന്നു. ബന്ദികളെ വിമോചിച്ചിട്ടുമില്ല. ഇങ്ങനെ ഒരു സിറ്റുവേഷനാണ് ഗസയിൽ ഇസ്രായേൽ അഭിമുഖീകരിക്കുന്നത്. ബന്ദികളെ വിമോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ജനങ്ങൾ കലാപത്തിനിറങ്ങി തിരിച്ചിരിക്കുക. ഈ കൊച്ചിയിൽ നിന്നായാലും നിങ്ങൾക്ക് മുമ്പിൽ യുദ്ധത്തിൻ്റെ അപ്ഡേറ്റ് വാർത്ത തരാതിരിക്കാൻ എനിക്കാവില്ല. അതുകൊണ്ടാണ് കൊച്ചിയിലെ ഈ തിരക്കേറിയ നഗരത്തിൻ്റെ ഒഴിഞ്ഞ കോണിലിരുന്ന് KN ഷാജികുമാർ എന്ന ഞാൻ നിങ്ങളുമായി സംവേദിക്കുന്നു. നിങ്ങളില്ലെങ്കിൽ ഞാനില്ല, നിങ്ങളുണ്ടെങ്കിലേ ഞാനുള്ളൂ.